ഹലോ, എല്ലാവർക്കും നമ്മുടെ പത്രമാറ്റ് സീരിയലിൻ്റെ ഇന്നത്തെ പ്രൊമോ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടായിരുന്നു അല്ലേ, നമ്മുടെ അനാമിക നമ്മുടെ അനന്തപുരി തറവാട്ടിലെ മുത്തശ്ശിയും ഉൾപ്പെടെ എല്ലാവരെയും കൂടെ ചേർത്തിട്ട് ജാനകീനെയും ജലജേനെയും ഒഴിവാക്കി ബാക്കി എല്ലാവരെയും കേസ് കൊടുത്തേക്കുകയാണ് അല്ലേ. അപ്പോൾ അവരുടെ വക്കീൽ നല്ല രീതിയിൽ അനാമികയ്ക്കും വേണുവിനും ഉപദേശങ്ങൾ കൊടുക്കുകയാണ്. അതായത് കോർട്ട് കയറ്റി നിർത്തുമ്പോൾ എത്രത്തോളം കോടതിയുടെ മുന്നിൽ ഇമോഷനായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റും അത്രയും അനാമിക പ്രസൻറ്റ് ചെയ്തോളൂ. എന്നാലേ ഈ കുടുംബത്തെ നമുക്ക് തരം താഴ്ത്തിയാക്കാൻ പറ്റൂ. പിന്നെ ഒരുവിധം തെളിവുകളെല്ലാം ഉണ്ട്. കാര്യം അനാമികയെ അടിച്ചത് പബ്ലിക്കായിട്ടാണ്. പിന്നെ നമ്മുടെ വക്കീലിൻ്റെ മുമ്പിൽ വെച്ച് ഒരു കോംപ്രമൈസിന് വേണ്ടി വന്ന വേണുവിന് മുത്തശ്ശൻ നല്ല 10 കോടി എന്നുള്ളത് 20 കോടിയാക്കിയ വേണുവിന് ആ വക്കീലിൻ്റെ മുമ്പിലിട്ട് തന്നെ ഒരു കൊടുക്കുന്ന രംഗമൊക്കെ എല്ലാം തെളിവ് അവരുടെ കയ്യിലുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ കുറച്ച് ഒരു ബുദ്ധിമുട്ടാണ് അനന്തപുരി തറവാട്ടിൽ അവർക്ക് കേസ് മുന്നോട്ട് പോകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും. അപ്പോൾ ഇതെന്ത് ചെയ്യും എന്നുള്ള ഒരു രീതിയിൽ ആലോചിച്ചിരിക്കുകയാണ് മുത്തശ്ശനും അതുപോലെ നമ്മുടെ അജയനും ജയനും ആദർശും എല്ലാവരും കൂടെ അനിയും എല്ലാവരും കൂടെ ആലോചിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നന്ദുവും അച്ഛനും അമ്മയും ഒക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. അപ്പോൾ നമ്മുടെ നന്ദുവിൻ്റെ അമ്മ കനക പറയുന്നുണ്ട്, എന്തായാലും വളരെ ഇച്ചിരി ഇടങ്ങേറ് പിടിക്കുന്ന ഒരു കേസ് തന്നെയാണ് നമ്മുടെ സച്ചിമോൻ വിളിച്ചപ്പോൾ പറഞ്ഞായിരുന്നു എന്നൊക്കെ നമ്മുടെ കനക പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഗോവിന്ദൻ പറയുന്നുണ്ട്, എന്തായാലും കഷ്ടം തന്നെ, ആ അമ്മേനെ കൂടെ കയറ്റേണ്ട കാര്യമുണ്ടോ, എന്ത് ക്രൂരമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവർ ഈ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ നന്ദു പറയുന്നുണ്ട്, എന്ത് ക്രൂരത കാട്ടിയിരുന്നാലും ശരി തന്നെ, ഇതിൻ്റെയൊക്കെ പിന്നിലുണ്ടല്ലോ അച്ഛാ. എനിക്കൊരു കാര്യം നിങ്ങളുടെ അടുത്ത് രണ്ടുപേരുടെ പറയണ്ടേ, ഈ സച്ചിദാനന്ദനും ഈ വേണുവായിട്ട് ഒരു മീറ്റിംഗ് പുറത്തു വെച്ചൊക്കെ നടത്തുന്നുണ്ട്. കാര്യം എന്ന് വെച്ചാൽ ഇയാൾ അവരെ വശമാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. നീ അങ്ങനെയൊക്കെ പറയും, നിനക്കല്ലെങ്കിൽ അവനെ ഒരു ഇതില്ലല്ലോ. നീ ഒരു കാര്യം ഓർത്തോളാം, നീ കല്യാണം കഴിക്കാൻ പോകേണ്ട ഒരു ചെറുക്കനാണ്, ആ ഒരു വിചാരം നിനക്ക് വേണം. പിന്നെ കല്യാണം കഴിക്കാൻ പോകണം, എനിക്കിഷ്ടമല്ല അയാളെ, എനിക്കിഷ്ടമേ അല്ല എന്നൊക്കെ പറയുന്നുണ്ട്. നീ ആവശ്യമില്ലാത്ത വല്ല വർത്തമാനം പറഞ്ഞുകൊണ്ടല്ലോ നന്ദു, ഞാൻ നല്ലത് തരുമെന്ന് കനക പറഞ്ഞ് വെച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഗോവിന്ദൻ പറയുന്നുണ്ട്, എന്തൊക്കെയാണെങ്കിലും ശരി, ഈ കേസ് ആയിട്ട് അനാമിക ഈ കാണിക്കുന്നതൊക്കെ വളരെ ക്രൂരമായിട്ടുള്ളൊരു കാര്യമാണ്. അനിയെ നമുക്ക് ഇഷ്ടമൊക്കെയാണ്, പക്ഷെ എന്ന് കരുതിയിട്ട് മോളെ നീ ഇനിയെങ്കിലും നല്ല രീതിയിലൊക്കെ ജീവിക്കണം. കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനെ പോയാൽ പറ്റില്ല. അവൻ്റേതായ രീതിയിൽ അവർ നടത്തട്ടെ. എന്തായാലും ഈ കേസ് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു എൻഗേജ്മെൻറ്റ് നടത്താൻ പറ്റില്ല. ഈ കേസ് അങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും നിൻ്റെ എൻഗേജ്മെൻറ്റ് സച്ചിനുമായിട്ട് ഞങ്ങൾ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന് കനകയും ഗോവിന്ദനും തറപ്പിച്ചങ്ങ് പറയണേ. എന്തായാലും എനിക്ക് കിട്ടിയൊരു ഗോൾഡൻ അവസരം ഇല്ലാണ്ടായി പോയത്. ഗോൾഡൻ അവസരം എന്ന് നന്ദു പറഞ്ഞപ്പോൾ ഗോൾഡൻ അവസരം എന്ന് കനക ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഗോവിന്ദനും കനകയും നന്ദു പോയി കഴിഞ്ഞിട്ട് പറയും, അവൾ പറഞ്ഞ എന്താണെന്ന് മനസ്സിലായോ ഗോവിന്ദേട്ട? അതായത് അനന്തപുരി തറവാട്ടിലെ മൂർത്തി അദ്ദേഹവും അമ്മയും വന്ന് ഇവിടെ കല്യാണം ആലോചിച്ചല്ലോ, അത് അവളെ സംബന്ധിച്ച് ഗോൾഡൻ ഓഫറെന്ന് അവൾ പറയണേ. അപ്പോൾ നമ്മുടെ ഗോവിന്ദൻ പറയും, ആ പറഞ്ഞതിൽ തെറ്റുമില്ല കനകയെ. കാര്യം അത്രയും വലിയ തറവാട്ടിൽ നിന്ന് അവർ നേരിട്ട് വന്നൊരു കല്യാണം ആലോചിക്കണ എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യം തന്നെയാണ്. അപ്പം എൻ്റെ പണ്ടത്തെ കനകയായിരുന്നു എങ്കിൽ എപ്പോഴേ ചാടിക്കയറി ആ കല്യാണത്തിന് സമ്മതിച്ചല്ലേ. പക്ഷേ ഇപ്പോഴേ നീ ആളാകെ മാറിപ്പോയില്ലേ. എന്തുകൊണ്ട് നമുക്ക് ഉചിതമായത് നമുക്ക് ചെയ്താൽ മതി. എന്തായാലും ഈ കേസ് വഴക്കൊക്കെ ഒന്ന് ഒതുങ്ങട്ടെ, എന്നിട്ട് നമുക്ക് അതിനെക്കുറിച്ചൊക്കെ ആലോചിക്കാം. ഡേറ്റൊക്കെ പെട്ടെന്ന് തന്നെ ഫിക്സ് ചെയ്ത് എല്ലാം പെട്ടെന്ന് തന്നെ നടത്തണമെന്ന് ഗോവിന്ദൻ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് നന്ദു റൂമിലോട്ട് പോയി കഴിയുന്നത് നന്ദുവിനൊരു കോള് വരികയാണ്. അതിൽ നോക്കുമ്പോൾ നമ്മുടെ അനിയാണ് വിളിക്കുന്നത്. അപ്പോൾ നമ്മുടെ കനക പതുക്കെ ചെന്ന് റൂമിൻ്റെ അവിടെ നിൽക്കുകയാണ്. ഇവിടെ ആരോടെ ഈ ഫോണിൽ സംസാരിക്കുന്നതെന്ന് കരുതി. അപ്പോൾ നോക്കിയപ്പോൾ അനിയാണ്. അപ്പോൾ അനി പറയുന്നുണ്ട്, എനിക്ക് നിന്നെ കാണണം ഇപ്പോൾ തന്നെ, വീട്ടിൽ ഇരുന്നിട്ട് ആകെ ഭ്രാന്ത് പിടിക്കുന്നൂടെ. കാര്യം ഞാൻ കാരണം എല്ലാവരും ഇങ്ങനെ ബുദ്ധിമുട്ടുന്ന കണ്ടപ്പോൾ അത് സാരമില്ലടാ, അതൊക്കെ ശരിയായിക്കോളും. എടി ഞാൻ ഇന്ന് നമുക്കിന്ന് നമ്മുടെ അനാമികയുടെ വേണുവിനെയൊക്കെ ഇന്ന് വീട്ടിൽ കയറി 2 കൊടുത്താലോടി, നമ്മളെ കൂട്ടുകാരെയും കൂടെ വിളിച്ച. അപ്പോൾ നന്ദു പറയുന്നുണ്ട്, എന്നാൽ ഞാനും കൂടെ വരട്ടെ. എന്നിട്ട് പറയും, വേണ്ട ഇപ്പോൾ ഒന്നാമത് നമുക്കൊരു കേസിൻ്റെ രീതിയിൽ പോവാം. ഇനി അതിൻ്റെ ഇടയിൽ ഒരു വീട്ടിൽ ആക്രമണം കൂടെ ചെയ്തു എന്ന് പറയുമ്പോൾ വീണ്ടും കേസ് ബലക്കും. അതുകൊണ്ട് വേണ്ടടാന്ന് പറഞ്ഞു. എന്തായാലും ഞാൻ അവന്മാരെ വൈകിട്ട് വിടാം, നീ ഒന്ന് ഇറങ്ങാൻ പറ്റുമെങ്കിൽ ഇറങ്ങാം, എനിക്ക് മെസ്സേജ് ഇടണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുകയാണ്. വെച്ച് കഴിഞ്ഞ് നേരെ നന്ദു നോക്കണത് നമ്മുടെ കനകയുടെ അടുത്താണ്. അപ്പോൾ കനക പറഞ്ഞു, അടുത്ത കള്ളത്തരം പറയുക, അവൻ വിളിച്ചില്ല എന്നും അനിയല്ല വിളിച്ചില്ല എന്നും
രാത്രി നിനക്ക് അവനെ കാണാൻ വേണ്ടിയിട്ട് പോകാൻ കള്ളത്തരം പറഞ്ഞ് എൻ്റെ അടുത്ത് നിന്ന് പോകണമെന്നും അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലെന്ന് പറയടി. എടി ഞാൻ ഇപ്പോഴേ നന്ദൂട്ടാക്ക് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നീ അനിയെ കാണുകയും അവൻ്റെ കൂടെ പോവുക എന്ത് ചെയ്തായിരുന്നാലും നിൻ്റെ കല്യാണം സച്ചിയായിട്ട് നടത്തും എന്നുള്ള കാര്യം ഞങ്ങൾ ഉറപ്പിച്ചെടുത്ത ഒരു തീരുമാനം തന്നെയാണ്. അതിനൊരു മാറ്റവും വരില്ല. ഇനി അഥവാ എന്തെങ്കിലും മാറ്റം വരികയാണെങ്കിൽ നിൻ്റെ മുമ്പിൽ ഞാനും നിൻ്റെ അച്ഛനും മരിച്ചു വീണ രംഗം നീ കാണേണ്ടി വരും എന്ന് ശക്തമായിട്ട് എന്നെ കനക പറയുകയാണ്. ഇത് കേട്ടിട്ടുണ്ടെങ്കിൽ നന്ദുവിന് ഭ്രാന്ത് പിടിക്കുകയാണ്. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ മുത്തശ്ശനും മക്കളും ചെറുമക്കളും എല്ലാവരും കൂടെ ചേർന്നിട്ട് ഒരു തീരുമാനം എടുത്തു, നമുക്ക് നല്ലൊരു വക്കീലിനെ കാണണം. അപ്പോൾ നമ്മുടെ മൂർത്തി പറയുന്നുണ്ട്, ഈ ഒരു കേസ് വാദിച്ച് ജയിക്കണമെങ്കിൽ കേരളത്തിൽ വെല്ലാൻ നമ്മുടെ നരസിംഹം മാത്രമേ ഉള്ളൂ എന്ന് മൂർത്തി അദ്ദേഹം പറയാണ്. അപ്പം അതായത് നരസിംഹം എന്ന് പറയുന്ന മൂർത്തിയുടെ ഒരു ഫ്രണ്ടാണ്, ഏറ്റവും കേരളത്തിലെ ഫേമസ് ആയിട്ടുള്ള ഒരു വക്കീലാണ്. അപ്പോൾ അയാളാണ് ഈ കേസ് എടുക്കണമെങ്കിൽ പിന്നെ മുന്നും പിന്നും നോക്കണ്ട, ജയിച്ചേ നമ്മൾ തിരിച്ച് കയറുള്ളൂ എന്നുള്ള കാര്യം ഉറപ്പാണെന്ന് മുത്തശ്ശൻ പറയണം. അപ്പോൾ അത് കേട്ടപ്പോൾ നമ്മുടെ അനിയ പറയും, നമുക്കെന്നാൽ അയാളെ തന്നെ കേസ് ഏൽപ്പിക്കുക. അപ്പോൾ അജയനും ജയനും എല്ലാവർക്കും താല്പര്യമാണ്. അപ്പോൾ ഞാൻ വിളിച്ച് സംസാരിച്ചിട്ടൊക്കെ ഉണ്ട്, ഒരു കാര്യം ചെയ്യാനി മോനെ നീയും കൂടെ എൻ്റെ കൂടെ വരും, എല്ലാ കാര്യങ്ങളും അവിടെ ചെന്നിട്ട് പറയണമെന്ന് പറയണം. അങ്ങനെ അവർക്ക് എല്ലാവർക്കും ഒരു സമാധാനമായി. അങ്ങനെ മുത്തശ്ശനും അനിയും കൂടെ പോകാൻ തയ്യാറായി റെഡിയായി വേണ്ടി പോവാണ്. ആ ടൈമിൽ നമ്മുടെ ആദർശം മറ്റെല്ലാവരും കൂടെ പറയുന്നുണ്ട്, നരസിംഹ അങ്കിളാണ് ഒരു കേസ് എടുക്കുകയാണെങ്കിൽ പിന്നെ മുന്നും പിന്നും നോക്കേണ്ട കാര്യമില്ല, എന്തായാലും ആ കേസ് ജയിച്ചിരിക്കും എന്നുള്ളത് ഉറപ്പ് തന്നെയാണെന്ന് നമ്മുടെ ആദർശ് പറയുന്നുണ്ട്. കേരളത്തിൽ ഇത്രയും വെല്ലാൻ പറ്റിയ ഒരു വക്കീലില്ലല്ലോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മുത്തശ്ശനും നമ്മുടെ അനിയും കൂടെ നേരെ നരസിംഹം എന്ന് പറഞ്ഞ വക്കീലിൻ്റെ വീട്ടിൽ പോകണം. അപ്പോൾ അവിടെ ചെല്ലണതും മോള് വന്ന് ഡോർ തുറക്കുന്നുണ്ട്, ഇതാരാ അങ്കിൾ, എന്തൊക്കെയുണ്ട് വിശേഷം? ചെറുമോലെ വിശേഷമൊക്കെ ഞങ്ങൾ ടി വി കാണുന്നുണ്ട് കേട്ടോ, എന്തായാലും വളരെ കഷ്ടമാണ് കേട്ടോ, ആ അമ്മേനെ കൂടെ ആ കേസിൽ ഉൾപ്പെടുത്തിയാണല്ലോ ഇപ്പോൾ കേസ് കൊടുക്കാൻ പോകുന്നത്, വളരെ കഷ്ടമാണ്. എന്തേ നമ്മുടെ ഇവിടുത്തെ ആളെന്ന് ചോദിക്കും മൂർത്തി. ഞാനിവിടെ ഉണ്ടോ, ഞാൻ ഇങ്ങോട്ട് പോകാനാണ്, വയസ്സായില്ലേ, ഇനി എന്താ ചെയ്യണേ? അതെ, ഞാൻ കാര്യങ്ങളെല്ലാം വിശദമായിട്ട് നരസിംഹം നിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പോൾ നമുക്ക് കേസ് നല്ല രീതിയിൽ ജയിച്ച് തന്നെ എന്തായാലും വരണം, അപ്പോൾ അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ പെട്ടെന്ന് തന്നെ ചെയ്യണം എന്നുള്ളത് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ നരസിംഹം പറയുന്നുണ്ട്, എന്തായാലും തൻ്റെ കേസ് എനിക്ക് ഏറ്റെടുക്കാണ്ടിരിക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് അനിയുടെ അടുത്ത് നരസിംഹം ചോദിക്കുന്നുണ്ട്, എന്നാലും പോലെ നീ എന്തിനാ പബ്ലിക്കായിട്ട് അവളെ തല്ലിയത്? അപ്പം മൂർത്തി പറയുന്നുണ്ട്, അവനെ ഒരു തല്ല് കൊടുത്തെങ്കിൽ ഞാൻ ആ വക്കീലിൻ്റെ മുമ്പിൽ വെച്ചിട്ടാണ് വേണുവിനൊരു തല്ല് കൊടുത്തത്. നന്നായി, എന്തായാലും അവർക്ക് തെളിവുകൾ എല്ലാം നല്ല അടിപൊളി തെളിവുകൾ അവരുടെ മുമ്പിൽ ഹാജരാക്കാനുണ്ട്. അപ്പം നമുക്ക് എവിഡൻസ് വേണം. എടാ താൻ വിചാരിച്ച ഇതൊക്കെ നിഷ്പ്രയാസമല്ലേ എന്ന് നമ്മുടെ മൂർത്തി പറയുമ്പോൾ നമ്മുടെ നരസിംഹം പറയുകയാണ്, അതേ എടോ എൻ്റെ തലച്ചോറൊന്നും പണ്ടത്തെ കണക്ക് വർക്ക് ചെയ്യുന്നില്ല, അതുകൊണ്ട് കേസൊക്കെ വാദിക്കുന്ന എൻ്റെ കൊച്ചുമോനായ നവീനാണ്, അവനാണ് കേസെല്ലാം കൈകാര്യം ചെയ്യുന്നത്. അപ്പോഴേ പറഞ്ഞ് നാക്കെടുക്കണതും കൊച്ചുമോൻ വരെയാണ്. അവൻ വന്നു കഴിഞ്ഞു തന്നെ ഇങ്ങനെ മൂർത്തി മോനും വരും എന്നുള്ള കാര്യമൊക്കെ നരസിംഹം നേരത്തെ തന്നെ കൊച്ചുമോൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാര്യം നല്ല തിരക്കുള്ള വക്കീലാണ്, നന്നായിട്ട് കേസൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന ആളാണ്. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് അവൻ വന്നു മുത്തശ്ശനെ കണ്ടറിഞ്ഞ് തന്നെ കാല് തൊട്ട് വണങ്ങാണ്. അപ്പോൾ എന്നിട്ട് പറയുന്നുണ്ട് കേസിൻ്റെ കാര്യങ്ങൾ, അനീനെയും പരിചയമുള്ള ആളാണ് ഈ നവീൻ എന്ന് പറയുന്നത്. അങ്ങനെ അവർ തമ്മിൽ ഷേക്കൻ്റെ ഒക്കെ കൊടുത്തിട്ട് കാര്യങ്ങളൊക്കെ പറയുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, എന്തായാലും ഈ കേസ് നമ്മൾ വിജയിച്ചേ വരുള്ളൂ. അപ്പോൾ നരസിംഹം പറയുന്നുണ്ട്, എടാ മോനെ നീ ഇറങ്ങിക്കോ, നിൻ്റെ ഒപ്പം ഞാനും ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവർ ആ കേസ് ഏറ്റെടുത്ത് മൂർത്തിക്കും നമ്മുടെ അനിക്കും വേണ്ടുന്ന എല്ലാ കോൺഫിഡൻറ്റും കൊടുക്കുന്നുണ്ട്. ഇനി ഈ കേസ് നീ തോക്കുകയാണെങ്കിൽ അന്ന് നിൻ്റെ കറുത്ത വക്കീൽ കുപ്പായം ഞാൻ ഒഴിക്കുമെന്ന് നരസിംഹം കൊച്ചുമോൻ്റെ അടുത്ത് പറയണേ. അത് ഞാൻ ഉറപ്പിച്ച കാര്യം, ഈ കേസ് ഞാൻ തോറ്റു വരികയാണെങ്കിൽ എന്തായാലും ഞാനും അത് ഉറപ്പിച്ച കാര്യം, അതുകൊണ്ട് എനിക്ക് നല്ല കോൺഫിഡൻ്റ് ഉണ്ട് ഈ കേസ് നമ്മൾ വിജയിച്ചിരിക്കുമെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് നവീൻ പറയുന്നുണ്ട്, അനി ഞാൻ വിളിക്കണം, വിളിക്കുന്ന ടൈമിൽ നീ ഒന്ന് വന്നാൽ മതി, നമുക്കിതിൻ്റെ കേസിൻ്റെ ബാക്കി ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അന്നേരം നമുക്ക് വിശദമായിട്ട് മനസ്സിലാക്കി എടുക്കാമെന്നൊക്കെ നമ്മുടെ നവീൻ പറയുന്നുണ്ട്. അങ്ങനെ ആ കേസ് നമ്മുടെ നരസിംഹവും കൊച്ചുമകനായ നവീനും ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തായാലും അനന്തപുരി തറവാട്ടിലെ കേസ് വാദിക്കാൻ പോകുന്നത് ഇവരാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വരും എപ്പിസോഡുകളിൽ നമ്മുടെ അനാമികയും അനിയും തമ്മിലുള്ള ഈ ഒരു കേസ് ഈ കുടുംബ കോടതി എത്തുന്നവരെയും വളരെ നിഷ്പ്രയാസം എത്തിച്ചു തരും എന്നുള്ള ഉറപ്പ് അവർക്ക് ലഭിച്ചിട്ടുണ്ട്. അത്രയ്ക്കും ഒരു കഴിവുള്ള വക്കീലാണ്. എന്നിട്ട് നമ്മുടെ നരസിംഹം ചോദിക്കുന്നുണ്ട്, ആരോടോ എതിർഭാഗം വക്കീൽ, അത് ഇന്ന ആളാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, ക്രിമിനൽസുകളുടെ ഏറ്റവും മെയിൻ ആളാണത്. എന്തായാലും പറയട്ടെ, ഇതുവരെ നവീനും അയാളും തമ്മിൽ ഏറ്റുമുട്ടിയിട്ടില്ല, എന്തായാലും ഒന്ന് ഏറ്റുമുട്ടട്ടെ. എന്തായാലും കേസ് വരുന്നിടത്ത് വെച്ച് നമുക്ക് കാണാം, നിങ്ങളൊന്നും ഒത്തിരി ടെൻഷൻ ആവണ്ട. അങ്ങനെ നമുക്ക് നമ്മുടെ പത്രമാറ്റിൻ്റെ ഇന്നത്തെ ഏകദേശ പ്രൊമോ ഒക്കെ ഇതാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കാണുക, കുറച്ച് ടൈമിൽ വ്യത്യാസം
വ്യത്യാസം വന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ഒന്നും മറന്നുകൊണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഡേ ആവട്ടെ എന്ന് വിഷ് ചെയ്യുന്നു. താങ്ക് യു. ബൈ ബൈ. ടേക്ക് കെയർ.